നമ്മളെ സഹായിക്കാണ്ടാവുമെന്ന് പറയാറില്ലേ? നമ്മൾ അദൃശ്യ ശക്തികൾ വലുതും ചെയ്യാനും സഹായിക്കാനൊക്കെ. അതൊന്ന് പറയാം, എങ്ങനെയൊക്കെയാണ് ഈ നമുക്കുള്ള സഹായകമായിട്ട് അങ്ങനെ? ഒരു വഴി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് വഴി കാണിക്കും. ഓ, പിന്നെ വല്ല അപകടങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മളെ വികർഷിപ്പിക്കും. നമ്മളെ ഒന്ന് വിടാണ്ട് നോക്കും. മാറ്റി വേറെ ഏതെങ്കിലും വഴിക്ക് പോകാൻ. വല്ല ജന്തുക്കളെ കാണിച്ചിട്ടോ പാമ്പ് കൊത്തി വെള്ളത്തി ഊതിയിട്ടോ ഒരു വലിയ മൃഗങ്ങളിൽ കൂടെ മൂക്കൂടെ ഓടിയിട്ടോ ആ ജോലിയിലാണ് പോകണ്ടായിരുന്നു. നമ്മൾ ആ വഴി കൂടെ പോകണ്ടെന്ന് പറഞ്ഞു. അവർക്ക് ഗൈഡ് ചെയ്യും, എല്ലാം വേണ്ടവർ ഗൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ സ്പാർക്ക് കണ്ടാൽ അവരിങ്ങനെ വാച്ച് ചെയ്യുമെന്ന് പറയാറില്ലേ, ശ്രദ്ധിക്കണ്ടെന്ന്. അങ്ങനെയല്ലേ? നമ്മൾ ഓറ അവർക്ക് കാണാം. ഓ, ഓറയിൽ ഫിസിക്കൽ ഓറയാണെങ്കിൽ അത് നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഫോട്ടോ വഴിക്കൊക്കെ നമ്മൾ ഗൈഡ് ചെയ്യും. ഏജന്റിനെ അയച്ചു തരും, ദേവത ശക്തികളെ അയച്ചു തരും ചെയ്യാൻ. കൂടെ അവർക്ക് കൂടെ ഉണ്ടാവും. ശരി. അവരതിന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തന്നുകൊണ്ടിരിക്കും അല്ലേ? എല്ലാ സഹായം ചെയ്തുകൊണ്ടിരിക്കും മുമ്പോട്ട് പോകാനായിട്ട്. നമ്മളതിലേക്ക് ഇങ്ങനെ ഒരുങ്ങി കൊടുത്താൽ മതി, സറണ്ടർ ചെയ്താൽ മതി. അടിയറ വെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ സറണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും സാർ ഉദ്ദേശിക്കണേ എന്തൊക്കെ കാര്യങ്ങളിലാണ് വരണം? ശരിക്കും സറണ്ടർ ആണോ എന്നുള്ള ലക്ഷണം എന്താ അതിലേക്ക്? അതായത് എന്നെ സർവ്വതാ നോക്കുന്നത് രക്ഷിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വര ശക്തികളാണ് എന്നെ സഹായിക്കാൻ വേണ്ടി ഈശ്വരൻ തന്നെ പറഞ്ഞേക്കുന്നത്. എല്ലാം അതാണ്, ഞാനല്ല. എന്നെ കൊണ്ട് സ്വന്തമായിട്ടൊന്നും കഴിയില്ല, എല്ലാം അവിടുത്തെ കാരുണ്യാണെന്നുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ ഉറക്കാം, അതിൻ്റെ ഒക്കെ അവരെ കൊടുക്കും. ഓ, ശരി. ഒരാളിപ്പോൾ സാറിൻ്റെ കാൽക്ക വീണ് വീണ്ടും പറയും, സാറ് എന്നെ രക്ഷിക്കണം, എനിക്കൊരു ചെറിയൊരു സ്വാദത്തിൻ്റെ ഇതുണ്ട്. വന്നാലും സാർ എന്തെങ്കിലും ചെയ്തു കൊടുക്കും. ആശ്രയിക്കാൻ നമ്മൾ വിടില്ലല്ലോ. കുട്ടി മഹാമോശമാണ് പഠിപ്പിൽ. മാഷെടുത്ത് വന്ന് മാഷ എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റുന്നത് എന്നെ സാറെന്ന് രക്ഷിക്കണം, അത് ഞാൻ രക്ഷപ്പെടും. പരീക്ഷയ്ക്ക് വരെ മാഷെ രക്ഷപ്പെടുത്തിയെന്ന് വരാം. മാർക്ക് കുറവാണെന്ന് ഇട്ടുകൊടുത്തു എന്ന് വരാം.